بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. رب اشرح لساني يفقهوا قولي. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട തൃശ്ശൂർ സിദ്ദീഖ് ഹാജി, ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രഗത്ഭരായ ആത്മീയ നായകന്മാർ, ഈ ശ്രേഷ്ഠമായ സ്വലാത്തിന്റെ മജ്‌ലിസിന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, ഈ പ്രൗഢമായ മജ്‌ലിസിൽ നമ്മോട് പ്രഭാഷണം നടത്താൻ, ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നമുക്ക് ആവേശമായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാഉദ്ദീൻ നബവി ഉസ്താദ്, പ്രഗത്ഭരായ നിരവധി സാദാത്തുക്കളും പണ്ഡിതന്മാരും, വളരെ പ്രഗത്ഭരായ മഹാന്മാർ ധാരാളം ഈ സദസ്സിലുണ്ട്. അവരെയൊക്കെ പേരെടുത്ത് പറയുകയല്ല, പേര് പറയാതിരിക്കുന്നത് ഒരദബുകേടായി കരുതുകയും ചെയ്യരുത് എന്ന് വിനയത്തോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട്, വളരെ ചുരുങ്ങിയ സമയത്തെ ഒന്ന് രണ്ട് ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഈ വിനീതൻ ആഗ്രഹിക്കുന്നത്. നാം വളരെ ആവേശത്തോടെയും താൽപര്യത്തോടെയും കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഈ സദസ്സിൽ നടക്കുന്ന സ്വലാത്താണ്. ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശ്രേഷ്ഠമായ മജ്‌ലിസ്, അതിലെ ദുആ, അതാഗ്രഹിച്ചുകൊണ്ടാണ് ഈ സദസ്സിൽ ഇത്രയും ജനങ്ങൾ, ധാരാളം ആളുകൾ, സഹോദരന്മാർ ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിച്ച് സ്വലാത്തിന് ശേഷം വളരെ മഹാന്മാരായ നിരവധി പണ്ഡിതന്മാരുടെ, ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിന്റെ, അവരുടെയൊക്കെ പ്രഭാഷണം ഈ സദസ്സിൽ നടക്കാനുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഈ കേന്ദ്രത്തിന്റെ, ഈ പരിശുദ്ധമായ സദസ്സിന്റെ മജ്‌ലിസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സ്, അതിന്റെ സമാരംഭത്തിൽ, തുടക്കത്തിൽ തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് കൂടാൻ സാധിച്ചു എന്നത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ഇവിടെ ഒരാത്മീയ സാംസ്കാരിക കേന്ദ്രം ഉയരാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് തന്നെ ആ പുണ്യമായ കേന്ദ്രം ഇവിടെ ഉയർന്നു വരാനും നമ്മുടെയും വരും തലമുറയുടെയും ആത്മീയമായ ഉന്നതിക്ക്, നാളെ പരലോക വിജയത്തിന് അല്ലാഹുവിന്റെ ദിക്റും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും ദുആയും
ആത്മീയമായ ദാഹം തീർക്കുന്ന, പരലോകത്ത് ഏറ്റവും വലിയൊരു സൗഭാഗ്യത്തിന്റെ വിശുദ്ധമായ വഴിയായി ആ പുണ്യമായ കേന്ദ്രം എത്രയും പെട്ടെന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും അത് നമ്മുടെയൊക്കെ ഒരു ആത്മീയമായ അത്താണിയായി മാറാനും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നുകൊണ്ട് പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഞങ്ങളിൽ പല ആളുകളെ പലപ്പോഴും വിളിക്കാറുണ്ട്, തആൽ നുഅ്മിൻ ബിറബ്ബിനാ സാ. ഓരോ സഹാബിമാരെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ക്ഷണിക്കും, നിങ്ങൾ വരണം, നുഅ്മിൻ ബിറബ്ബിനാ സാ. ഒരു സായത്ത്, ഒരൽപ്പനേരം രാജാതിരാജനായ റബ്ബിന്റെ ഈമാനിലായി ചെലവഴിക്കാൻ നിങ്ങൾ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് പല സഹാബിമാരെയും ക്ഷണിക്കാറുണ്ട്. ഒരു സഹാബി ദേശത്തോടെയും പരാതിയോടെയും മുത്തുനബിയോട് വന്ന് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ സമയത്തും ഉണ്ടായിത്തീരേണ്ട ഈമാൻ, എപ്പോഴും ഉണ്ടായിത്തീരേണ്ട ഈമാൻ, അതിനു പകരം ഒരു സാഅത്ത്, ഒരു മണിക്കൂർ, ഒരൽപ്പസമയത്തെ ഈമാനിലേക്കാണ് ഇബ്നു റവാഹ ഞങ്ങളെ ക്ഷണിക്കുന്നത് എന്ന പരാതി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആ സഹാബിയോട്, റഹിമല്ലാഹു ഇബ്നു റവാഹ, അബ്ദുല്ലാഹി ഇബ്നു റവാഹക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. രാജാതിരാജനായ റബ്ബ് അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ അനുഗ്രഹിക്കട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു യുഹിബ്ബുൽ മജാലിസ് അല്ലതി തതബാഹാ ബിഹൽ മലായിക. മലായികത്ത്, രാജാതിരാജനായ റബ്ബിന്റെ കോടിക്കണക്കിന് മലായികത്ത് പങ്കെടുക്കുന്ന, ആ മലക്കുകൾ അഭിമാനം കൊള്ളുന്ന, ആ മലക്കുകൾ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന ശ്രേഷ്ഠമായ മജ്ലിസുകളെ, ദിക്റിന്റെ മജ്ലിസിനെ, ആ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്നയാളാണ് ഇബ്നു റവാഹ. നിങ്ങളെ ക്ഷണിക്കുന്നത് ദിക്ർ ചൊല്ലാനാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഒരു സാഅത്ത്, ഒരു മണിക്കൂർ നിങ്ങളെ ക്ഷണിക്കുന്നത് കൂടിയിരുന്ന് ഒന്നിച്ചിരുന്ന് ദിക്ർ ചൊല്ലുന്നതിന് വേണ്ടിയാണ്. രാജാതിരാജനായ റബ്ബിന്റെ കോടിക്കണക്കിന് മലായികത്തിന്റെ സാന്നിധ്യവും അവരുടെ ഏറ്റവും വലിയ അഭിമാനവും അവരുടെ ഏറ്റവും വലിയ സന്തോഷവും അവർ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുന്ന ശ്രേഷ്ഠമായ മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസുകൾ, അതിന് നിങ്ങളും ഇഷ്ടപ്പെടണം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ വിളിച്ചാൽ നിങ്ങൾ ആ ദിക്റിന്റെ മജ്ലിസിലേക്ക് ചെല്ലണം എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. രാജാതിരാജനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള നിരവധി മജ്ലിസുകളിൽ യുഎഇയിൽ മാത്രമല്ല, യുഎഇയിലാണ് അതിന്റെ ആദ്യകാലഘട്ടങ്ങളിൽ വളരെ വിശുദ്ധമായി ആരംഭിച്ചത്. അല്ലയിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഇന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും, സൗദിയിലും, ഖത്തറിലും, കുവൈത്തിലും, ബഹ്റൈനിലും, ഒമാനിലും മലയാളികൾ, ബഹുമാനപ്പെട്ട ദീനിനെ സ്നേഹിക്കുന്ന പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസധാരയിലുള്ള മലയാളി മുസ്ലിങ്ങൾ ഉള്ളയിടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നിരവധി മജ്ലിസുകൾ കേരളക്കരയിൽ, കേരളത്തിന് പുറത്ത്, കർണാടക സ്റ്റേറ്റിൽ, അവിടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് സ്ഥാപിച്ച ആയിരക്കണക്കിന് മജ്ലിസുകൾ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നവരും ദിക്റുകൾ ആഴ്ചകളിലും മാസാന്ത സ്വലാത്തുകളിലും എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് ഏൽപ്പിച്ചു തന്ന ദിക്റുകളും അമലുകളുമൊക്കെ നിലനിർത്തുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ പുണ്യമായ വിശുദ്ധമായ വഴി, അത് മരണം വരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി അല്ലാഹുവിലേക്ക് ചെന്നു ചേരുന്ന മുത്തഖീങ്ങൾ, മഹാന്മാർ, അവരോടൊപ്പം ചേരാനുള്ള വഴികളായി ഈ ഒത്തുകൂടലും രാജാതിരാജനായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ കലീമുല്ലാഹി സയ്യിദുനാ മൂസ അലൈഹിസ്സലാം
രാജാതിരാജനായ റബ്ബിനോട് മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ആവശ്യപ്പെട്ട് പഠിച്ചവനെ എനിക്കൊരു ദിക്ർ നീ പഠിപ്പിച്ചു തരണം. അല്ലാഹുവേ യാ റബ്ബി അല്ലിംനി ശൈഅൻ അൽഖുറുക ബി, പഠിച്ചവനെ നിന്നെ ഓർക്കാൻ നിന്നെ സ്മരിക്കാൻ ഒരു ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരണം. മഹാനായ കലീമുല്ലാഹി നബി മൂസാ അലൈഹിസ്സലാം രാജാതിരാജനായ റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പഠിച്ചവനെ അല്ലാഹുവേ യാ റബ്ബി കുല്ലു ഇബാദിക് യഖൂലു ഹാദാ, നിന്റെ എല്ലാ അടിമകളും ചൊല്ലുന്ന ദിക്റല്ലേ ഇത്? എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റല്ലേ ഇത്? എല്ലാ സാധാരണക്കാരും ചൊല്ലുന്ന ദിക്റല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സുനി ബിഹി യാ അല്ലാഹ്. പടച്ചവനെ എനിക്ക് പ്രത്യേകമായ ഒരു ദിക്ർ, മറ്റാരും ചൊല്ലാത്ത എല്ലാവരും പതിവാക്കാത്ത എനിക്ക് പ്രത്യേകമായ ഒരു ദിക്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടപ്പോ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ നബിയേ ലൗ അന്ന സമാവാതി വൽ അർള്, എന്റെ ഈ പ്രപഞ്ചത്തിലെ ആകാശലോകങ്ങൾ, അതിലെ സകല സൃഷ്ടികൾ, ഭൂമികൾ, അതിലെ സകല പടപ്പുകൾ, എന്റെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പടപ്പുകളെയും സൃഷ്ടികളെയും ഒരു മീസാനിന്റെ ഒരു തട്ടിൽ, ഒരു തുലാസിന്റെ ഒരു തട്ടിൽ നിക്ഷേപിച്ചു. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ ആഖർ, മറ്റൊരു തട്ടിൽ എന്റെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലയും നിക്ഷേപിച്ചാൽ ലമാലത്ത് ബിഹിം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏഴാകാശങ്ങളെക്കാൾ, ആ ആകാശങ്ങളിലെ പടപ്പുകളെക്കാൾ, കോടാനുകോടാന് സൃഷ്ടികളെക്കാൾ, എല്ലാ ഗ്രഹങ്ങളെക്കാൾ, ഭൂമികളെക്കാൾ, അതിനേക്കാളൊക്കെ ശക്തിയുള്ളത്, ഖനമുള്ളത്, മൂല്യമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ അത് മതി. നിന്റെ എല്ലാ അടിമകളും എത്രയോ കോടിക്കണക്കിന് ആളുകൾ ചൊല്ലിയ ദിക്റാണ്. മതി റബ്ബേ ആ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അത് തന്നെ എനിക്കും മതി. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കലിമത്ത് തൗഹീദിന്റെ അഹ്ലുകാരായി സദാസമയം ദിക്ർ ചൊല്ലുന്നവരായി ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന സമയം ഒരു കുഞ്ഞുമോൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പെറ്റുവീണ ആ നിമിഷം മുതൽ ആദ്യം കേൾക്കേണ്ടത് തന്നെ അല്ലാഹുവിന്റെ വചനങ്ങളാണ്, ബാങ്കിന്റെ വചനങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലയുടെ മനോഹരമായ നാദവീജികൾ. അത് കേട്ടുകൊണ്ട് ജീവിതം തുടങ്ങുകയും ജീവിതത്തിലുടനീളം അത് കേൾക്കുകയും ചൊല്ലുകയും അങ്ങനെ അവസാനം ആഖിർ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ ജീവിക്കാനും ഈ ലോകത്തോട് യാത്ര പറയാനും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ലൈസ ശൈഉൻ അഖ്തഅ ലിനഹരി ഇബ്ലീസ്, ഇബ്ലീസിന്റെ മുതുകിനെ തകർക്കാൻ നമ്മുടെ ശത്രു ഈമാനിൽ നിന്ന് വഴിതെറ്റിച്ച് കുഫ്രിയത്തിലേക്ക്, നിഫാഖിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുചാടിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആജന്മ ശത്രു അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ആ ശൈത്താനെ മുതുകൊടിക്കാൻ, ആ ശൈത്താനെ തകർക്കാൻ ഏറ്റവും ശക്തമായ ആയുധം ലൈസ ശൈഉൻ അഖ്തഅ ലിനഹരി ഇബ്ലീസ് മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കാൻ, ഇബ്ലീസിനെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞല്ലോ, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കൈഫ നുജദ്ദിദു ഈമാനനാ, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ ഞങ്ങൾ ഞങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക, ഈമാനിനെ ശക്തിപ്പെടുത്തുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക.
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ലൗ യഅലമുൽ മുദ്നിബൂന മാ ഫീ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഅക്സറൂ മിൻ ദിക്രിഹാ. പാപികൾ, ധാരാളം തെറ്റ് ചെയ്തവർ, പാപങ്ങൾ പെരുപ്പിച്ചവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളൽ എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അത് തന്നെ അവർ ധാരാളം ചൊല്ലുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമ അത് ആകാശലോകത്തേക്ക് ഉയർന്നു പോകും. അത് ആകാശലോകത്തേക്ക് കലിമ ഉയർന്നു പോകും. കലിമത്തും തയ്യിബ അത് രാജാതിരാജനായ റബ്ബിലേക്ക് ഉയർന്നു പോകും. എല്ലാ അമലുകളെയും കൊണ്ടുപോകാൻ മലക്കുകളുണ്ട്. എല്ലാ അമലുകളും എല്ലാ ഇബാദത്തുകളും രാജാതിരാജനായ റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ മലക്കുകളുണ്ട്. എന്നാൽ ഒരു മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയാൽ ആ കലിമ സ്വയം അത് അല്ലാഹുവിലേക്ക് ഉയർന്നു പോവുകയാണ്. അത് കൊണ്ടുപോകാൻ മലക്കുകളില്ല. എന്നാൽ ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരൊറ്റ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയാൽ ഒരു മലക്ക് ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് കയറും. ഒരു മലക്ക് ആകാശലോകത്ത് നിന്ന് രാജാതിരാജനായ റബ്ബിങ്കിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. വഴിക്ക് വെച്ച് രണ്ട് മലക്കോളും കണ്ടുമുട്ടും. ഒരു മലക്ക് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടതാ, മറ്റൊരു മലക്ക് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കും പുറപ്പെട്ടതാ. രണ്ടുപേരും കണ്ട് സലാം പറയുന്നു, നിങ്ങളെങ്ങോട്ടാ? ഞാൻ രാജാതിരാജനായ റബ്ബിലേക്കാണ്. എന്തിനാണ്? അപ്പോൾ പറയും, ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് ഒരു മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ടുണ്ട്. അതിന് സാക്ഷി പറയാനാ ഞാൻ പോകുന്നത്. ഞാനതിന് സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ അബ്ദ് ചൊല്ലിയതിന് ഞാൻ സാക്ഷിയാണ്. അല്ലാഹുവിലേക്ക് ഞാൻ സാക്ഷി പറയാൻ പോവുകയാ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മലക്ക് പറയും, അൽഹംദുലില്ലാഹ് ആ അടിമയിലേക്കാണ് ഞാൻ പോകുന്നത്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ ഒരു വട്ടം ഒറ്റത്തവണ കലിമ ചൊല്ലിയ കാരണത്താൽ അള്ളാന്റെ പ്രത്യേകമായ മഗ്ഫിറത്ത് അതുകൊണ്ടുള്ള സന്തോഷവാർത്തയായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് പോകുന്നത് എന്ന് ആ മലക്കും പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരാൾ 10 വട്ടം ദിക്ർ ചൊല്ലിയാൽ 10 മലക്ക് ഭൂമിയിൽ നിന്ന് അങ്ങോട്ടും 10 മലക്ക് തിരിച്ചും. ഒരാൾ 100 വട്ടം ചൊല്ലിയാൽ 1000 തവണ ചൊല്ലിയാൽ ഓരോ ദിക്റുകളുടെ എണ്ണം കണ്ട് രാജാതിരാജനായ റബ്ബിന്റെ മലക്കുകളുടെ എണ്ണം കോടാനു കോടി മലക്കുകളാണല്ലോ. ഓരോ കലിമക്കും ഓരോ മലക്കിന് സാക്ഷിയായി നമുക്ക് ലഭിച്ചാൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഖൽബിൽ വളരെ ആഴത്തിൽ വേരുറപ്പിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരാവാൻ, അതിലൂടെ ഈമാൻ രക്ഷപ്പെടുത്താൻ, നമുക്ക് മരിക്കുന്ന സമയത്തും കലിമ ചൊല്ലാൻ ഈ പുണ്യമായ സദസ്സ് അത് കാരണമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഏതേത് മജ്ലിസിലും നമ്മോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, എപ്പോഴും ദിക്റുണ്ടാവണം. സദാസമയം നമ്മൾ ദിക്റിന്റെ അഹ്ലുകാരാവണം. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? നാളെ സ്വർഗക്കാർ ഖേദിക്കുന്ന ചില സമയങ്ങൾ വരും. സ്വർഗത്തിൽ ഖേദമോ, സ്വർഗത്തിൽ ദുഃഖമോ? ദുഃഖമില്ലാത്ത, സങ്കടമില്ലാത്ത, അലട്ടലില്ലാത്ത, ഒരു ഭയാനകതയുമില്ലാത്ത സുഖലോക സ്വർഗത്തിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ സ്വർഗക്കാർ പോലും ഖേദിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന, സ്വർഗക്കാര് ഖേദിക്കുന്നത് ഇല്ലാ അലാ സാ മറത് ബിഹിം ലം യദ്കുറുല്ലാഹ ഫീഹാ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലാതെ പോയ സമയങ്ങൾ, അവർ സ്വർഗക്കാരാണ്, സ്വർഗത്തിലെത്തി. എന്നിട്ടാണ് അവരുടെ ഖേദം. പല സമയങ്ങളും ദിക്ർ ചൊല്ലാതെ പോയല്ലോ, ദിക്റില്ലാതെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന പേടി, ആ സങ്കടം, ആ ഒരു ദുഃഖം നാളെ സുഖലോക സ്വർഗത്തിൽ ആ ഒരു ഖേദമുണ്ടാകും സ്വർഗക്കാർക്ക് എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അബുൽ മുലൈഹ് റഹിമഹുല്ലാ, മഹാനായ അബുൽ മുലൈഹ് റഹിമഹുല്ലാ, ഇദാ മശാ ഫീ ത്വരീഖിൻ വഹുവ ഗാഫിലുൻ അൻ ദിക്രില്ലാഹി തആല, അദ്ദേഹം മഹാനവറുകൾ ഒരു വഴിക്ക് നടന്നുപോയാൽ, ആ നടന്ന സമയത്ത് ദിക്ർ ചൊല്ലാതെ നടന്നുപോയാൽ, അല്ലാഹുവിന്റെ ദിക്ർ ഖൽബിലില്ലാതെ ഒരു വഴിയിലൂടെ നടന്നുപോയാൽ, അത് എത്ര ദൂരമാണെങ്കിലും ശരി, റജഅ സാനിയൻ, അദ്ദേഹം പിന്നിലേക്ക് മടങ്ങി വരും. അദ്ദേഹം ആ നടന്ന ദൂരം മടങ്ങി വരും. എന്നിട്ട് മഹാനവറുകൾ വദക്കറല്ലാഹ ഫീഹാ, ദിക്ർ ചൊല്ലിക്കൊണ്ട് പിന്നീട് തുടക്കം മുതൽ പിന്നെ രണ്ടാമത് നടക്കാറുണ്ട്. അത് വലവും മർഹലത്തൻ, എത്രയോ കിലോമീറ്ററുകളുള്ള ഒരു മർഹല ദൂരമാണെങ്കിലും ശരി, ഒരുപാട് കിലോമീറ്ററുകളാണെങ്കിലും ശരി, ദിക്റില്ലാതെ നടന്നുപോയാൽ മഹാനവറുകൾ തിരിച്ചു വരും, രണ്ടാമത് പിന്നെയും നടക്കും. ബഹുമാനപ്പെട്ടവർ പറയും, വയഖൂൽ ഇന്നി ഉഹിബ്ബു അൻ തശ്ഹദ ലിയൽ ബുഖാ, എനിക്ക് ഈ ഭൂമിയിലെ ഓരോ മണൽത്തരിയും ഓരോ മണ്ണും ഓരോ ഇഞ്ച് ഭൂമിയും എനിക്ക് നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കണം. ദിക്ർ ചെല്ലുന്ന സ്ഥലം അത് നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയും. ആ സാക്ഷി ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഏത് സമയത്തും ഏത് നാട്ടിലും എവിടെയും നടക്കുന്ന യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ദിക്ർ പതിവാക്കിയിരുന്നത് മഹാന്മാരുടെ രീതിയാ. രാജാതിരാജനായ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദിക്ർ ചൊല്ലുന്ന സ്ഥലം, ദിക്ർ ചൊല്ലുന്ന സമയം, അതൊക്കെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോവുകയല്ല. ഈ പുണ്യമായ സദസ്സ് ദിക്റിന്റെ, സ്വലാത്തിന്റെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന ഈ സദസ്സ്, അള്ളാന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ഒരാൾക്കും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, ആ മഹാന്മാരായ നബിമാർ, അവരൊക്കെ നിലനിർത്തിയ, അവരൊക്കെ ചെയ്ത അമലാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത്. രാജാതിരാജനായ റബ്ബ് കോടിക്കണക്കിന് മലക്കുകൾ യുസല്ലൂന അലൻ നബി, എപ്പോഴും സ്വലാത്ത് ചൊല്ലിയിരുന്നു എന്നല്ല, അല്ലാഹുവും കോടിക്കണക്കിന് മലക്കുകളും സ്വലാത്തിൽ വ്യാപൃതരാണ്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാം ചൊല്ലണം. ഇപ്പോൾ നാം ഈ സദസ്സ് ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധമായ ഇശാ ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് കഴിഞ്ഞപ്പോൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീല, പ്രത്യേകമായ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ പരലോകത്തെ വസീലത്തും ഫദീലത്തും മഖാമും മഹ്മൂദും കിട്ടാനുള്ള ദുആ നാം എല്ലാവരും ദുആ ചെയ്തു. സത്യത്തിൽ ചിന്തിക്കണം, എന്താണ് ആ ദുആ നടത്തിയാലുള്ള ഗുണം? അത് സ്വലാത്തിന്റെ ഒരു ഭാഗമാണ്. ആ ദുആയും ഒരു സ്വലാത്താണ്. ആ ദുആയും സ്വലാത്തിന്റെ ഒരു ഭാഗമാണ്. ബാങ്കിന് ശേഷം ആ സ്വലാത്ത് ചൊല്ലിയാൽ, ആ ദുആ നടത്തിയാൽ, ഇഖാമത്തിന് ശേഷം ആ ദുആ നടത്തിയാൽ എന്താ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടം? ഹല്ലത്തു ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടും. അതാണ് അതുകൊണ്ടുള്ള നേട്ടം. എന്തിനാണ് ശഫാഅത്ത്? നാം ആലോചിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇനി സ്വർഗത്തിലുള്ളവരാണെങ്കിൽ തന്നെ സ്വർഗത്തിൽ ദറജകൾ ഉയരാൻ അല്ലാഹുവിന്റെ റസൂല് മുഅ്മിനീങ്ങൾക്ക് വ്യത്യസ്തമായി ചെയ്യുന്ന പല ശഫാഅത്തുകൾ. ആ ശഫാഅത്തിന്റെ ആകത്തുക പരലോക രക്ഷയാണ്, സ്വർഗപ്രവേശനമാണ്, രാജാതിരാജനായ റബ്ബിന്റെ റിളയിലേക്ക്, അല്ലാഹുവിന്റെ മഹബത്തിലേക്ക് ചെന്നു ചേരല. ബാങ്ക് കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഇഖാമത്ത് കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച സമയമാണ്. അപ്പോൾ നമുക്ക് നേർക്ക് നേരെ റബ്ബിനോട്, അല്ലാഹുവേ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ, പടച്ചവനെ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അല്ലാഹുവേ, രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് ആ സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ. ആ സമയത്ത് അങ്ങനത്തെ ഒരു ദുആ അതല്ല അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. ആവശ്യം നേർക്ക് നേരെ റബ്ബിനോട് പറയാമല്ലോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അത് നേർക്ക് നേരെ, ഒരു ഇടയാളനില്ലാതെ, ഒരു ഇടയാളന്റെ ശഫാഅത്തില്ലാതെ
ശുപാർശയില്ലാതെ നേർക്കുനേരെ റബ്ബിനോട് നമുക്ക് നരകമോചനവും സ്വർഗപ്രവേശനവും ചോദിക്കാമായിരുന്നു. ദുആക്കുത്തരം കിട്ടുന്ന ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉന്നതമായ പരലോകത്തെ മഖാമും മഹ്മൂദിനും വസീലത്തിനും ഫളീലത്തിനും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന ദുആ നടത്തുമ്പോ നമുക്ക് കിട്ടുന്നത്, തിരിച്ചു ലഭിക്കുന്നത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്താണ്. ആ ശഫാഅത്തില്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. ആ ശഫാഅത്തില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ശഫാഅത്ത് കിട്ടാൻ എന്താ വഴി? അങ്ങയുടെ ശഫാഅത്ത് കിട്ടാൻ എന്താണ് യോഗ്യത? ഏറ്റവും പ്രധാനമായ 2 യോഗ്യതയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഒന്ന്, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുന്നു അവരാണ് എന്റെ ശഫാഅത്തിന്റെ അഹ്ലുകാർ. പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ആരാണോ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് അവരാണ് ശഫാഅത്തിന്റെ അഹ്ലുകാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ സ്വലാത്ത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള ഒരു വഴി സംവിധാനിച്ചിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ ഇബാദത്തുകൾക്ക് ഖബൂലിയത്ത് റബ്ബ് തീരുമാനിച്ചിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ദുആക്കുത്തരം, എവിടുന്ന് ദുആ ചെയ്താലും, എത്ര ആളുകൾ ദുആ ചെയ്താലും, ഏത് പ്രധാനപ്പെട്ട സമയത്ത് ദുആ ചെയ്താലും ദുആ ഖബൂലാക്കപ്പെടാനുള്ള നിബന്ധനകളിൽ ഏറ്റവും പ്രധാനമായത് ഹംദ്, അൽഹംദുലില്ലാഹ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ദുആയാണ് അൽഹംദുലില്ലാഹ്. ആ അൽഹംദുലില്ലാഹ് കൊണ്ട് ദുആ തുടങ്ങണം. ആ അൽഹംദുലില്ലാഹ് കൊണ്ട് ദുആ അവസാനിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുവിനെ സ്തുതിച്ച് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ഒരു ദുആയും സ്വീകരിക്കപ്പെടൂല. എന്നാൽ എന്താ അതിനർത്ഥം? ഞാനും എന്റെ അടിമയും രാജാതിരാജനായ റബ്ബ് മുഅ്മിനീങ്ങളോട് അങ്ങനെയല്ല ഒരു വഴി പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ, മുത്തുനബിയില്ലാതെ പ്രാർത്ഥനയുടെ ദുആയുടെ ഒരു വഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കാരമില്ല. സ്വലാത്ത് ചൊല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളുടെ ഖബൂലിയത്ത് പോലും രാജാതിരാജനായ റബ്ബ് അംഗീകരിക്കുന്നില്ല. മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഒരുപാട് ഇബാദത്തുകൾ മാറ്റിവെച്ചപ്പോഴും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് മാറ്റിവെച്ചില്ല. ഖുത്ബയുടെ ഫർളുകളിൽ, ജുമുഅയുടെ അനിവാര്യ ഘടകമായ ഖുത്ബയുടെ ഫർളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത്. ആ സ്വലാത്ത് ഒരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണ്. സ്വലാത്ത് അത് സത്യവിശ്വാസിയുടെ ഇബാദത്തുകളുടെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ദിക്റുകളും സ്വലാത്തുകളും അത് മഹാന്മാരുടെ അവരുടെ നിർദ്ദേശത്തോടുകൂടെ, അതാണല്ലോ ഒറ്റക്ക് ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അതിനേക്കാൾ ഒരു മജ്ലിസ്, അത് മഹാന്മാരുടെ ഇജാസത്തോടുകൂടെ. അതിനാണല്ലോ ബലം, അതിനാണല്ലോ ശക്തി. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ 3 തവണ കലിമ ചൊല്ലിക്കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രത്യേകമായ രീതിയിൽ, പ്രത്യേകമായ ഈണത്തിൽ 3 തവണ അല്ലാഹുവിന്റെ റസൂൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് 3 തവണ കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുത്തു. അതൊരു ഇജാസത്തായിരുന്നു. അലിയാർ തങ്ങളിൽ നിന്ന് മഹാന്മാരിലൂടെ ആ കലിമ ചൊല്ലാനുള്ള ഇജാസത്ത്. അങ്ങനെ ദിക്ർ ചൊല്ലുമ്പോൾ അതിന് ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ കരുത്തും ഏറ്റവും വലിയ ബലവുമുണ്ടാകും. അതിനാണ് മഹാന്മാരുടെ ആത്മീയ വഴികൾ, മഹാന്മാർ നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന വിശുദ്ധമായ ആത്മീയമായ വഴികൾ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ ബഹുമാനപ്പെട്ടവരുടെ ശൈഖ്, ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ഈസ റഹിമഹുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെ ആ വിശുദ്ധമായ വഴി ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹാഷിമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അങ്ങനെ മഹാനായ ഇമാം ഷാദുലി തങ്ങളുടെ വഴിക്ക് അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന വിശുദ്ധമായ പരമ്പര. ആ പരമ്പരയിൽ മഹാന്മാര് പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ ഈ വിശുദ്ധമായ മജ്ലിസുകൾ, ഈ വിശുദ്ധമായ ആത്മീയമായ വഴികൾ നമുക്ക് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി, ഏറ്റവും വലിയൊരു അവസരമായി നമ്മുടെ നാട്ടിൽ, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ നാട്ടിൽ, ഈ പുണ്യമായ ഭൂമിയിൽ, ഇതൊരു പക്ഷേ നേരത്തെ ഹംസ ഹാജി സൂചിപ്പിച്ചതുപോലെ
വൈകി എന്നത് അത് റബ്ബ് നിശ്ചയിച്ച ഒരു നിമിത്തമാകും. മഹാന്മാർ, ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഈ സദസ്സ് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകളുടെ വിശുദ്ധമായ വഴികൾ ഇന്നത്തെ ദിവസത്തോടുകൂടി ഇവിടെ തുറക്കപ്പെടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയും നമ്മുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും വരുന്ന തലമുറകളുടെയും ആത്മീയമായ വിജയത്തിന് ഏറ്റവും വിശുദ്ധമായ ഒരു മജ്ലിസായി ഇത് നിലനിർത്താൻ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.